Hi friends, എല്ലാവർക്കും Sumis tips and talks ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഹെയറിൽ നമുക്ക് സ്വയം എങ്ങനെയാണ് ഹെന്ന അപ്ലൈ ചെയ്യേണ്ടതുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇന്നലെ നമ്മൾ ഒരു വീഡിയോ ചെയ്തായിരുന്നു എങ്ങനെയാണ് ഹെന്ന പ്രിപ്പയർ ചെയ്യേണ്ടത്. അത് നമ്മൾ ഹെയർ കളറിന് വേണ്ടിയിട്ടാണ് ഹെന്ന പ്രിപ്പയർ ചെയ്യണത്. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ ഇന്നലത്തെ ആ ഒരു വീഡിയോയിൽ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അതൊന്ന് കണ്ടുനോക്കുക. അതിനുശേഷം വേണം നമുക്കിത് സ്വയം എങ്ങനെയാണ് ഹെയറിൽ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് കാണാനായിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ട് താഴെ തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഇതേപോലുള്ള എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഒരു ഹെന്ന പ്രിപ്പയർ ചെയ്തത് ഞാൻ ഇന്നലെ ഇത് പ്രിപ്പയർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ തന്നെ ഞാൻ ഹെയർ നന്നായിട്ട് ഷാമ്പു ഉപയോഗിച്ച് വാഷ് ചെയ്തായിരുന്നു. കാരണം നമ്മുടെ ഹെയറിൽ ഒട്ടും എണ്ണമയൊന്നും ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ഹെന്ന അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഹെയർ നന്നായിട്ട് ഷാമ്പു ഉപയോഗിച്ച് വാഷ് ചെയ്യണം. പിന്നെ നമുക്ക് ചെയ്യേണ്ട വേറൊരു കാര്യം എന്നുണ്ടെങ്കിൽ ഹെന്ന ഉപയോഗിക്കാനായിട്ട് വേണ്ട സാധനങ്ങൾ അതെന്നുണ്ടെങ്കിൽ ഒന്ന് ഗ്ലൗസാണ്, കയ്യിലാകാണ്ടിരിക്കാണ്ട്. രണ്ടാമതൊരു ബ്രഷ് വേണം, ഇത് അപ്ലൈ ചെയ്യാനുള്ള ഒരു ബ്രഷ്. പിന്നെ നമുക്ക് സാധാരണയായിട്ട് നമ്മുടെ മുടിയൊക്കെ ചട കളഞ്ഞൊക്കെ വെച്ചേക്കുകയാണെങ്കിൽ ചീപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. ചടയൊന്നും കളഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ചീപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് മുടിയുടെ ചടയൊക്കെ കളയുക. പിന്നെ മുടി ഒരുപാട് ഡ്രൈ ആയിട്ടും പരിവരുത്ത മുടിയൊക്കെയാണ് നിങ്ങളതെങ്കിൽ നിങ്ങൾ ഇത്തിരി ഒന്ന് ജസ്റ്റ് ഒന്ന് നനച്ചിട്ട് കൈ ഒന്ന് നനച്ചിട്ട് മുടിയിലൊന്ന് ഇതാക്കി കൊടുക്കുക. അപ്പോൾ മുടി ഒന്ന് ഒതുങ്ങി കിട്ടും. അപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ മുടി പൊട്ടിപ്പോയൊന്നുമില്ല. അതല്ലെങ്കിൽ അലോവേറ ജെല്ല് ജസ്റ്റ് ഇത്തിരി എടുത്തിട്ട് മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഇത് നമുക്ക് വേണമെന്നെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. മുടി ഒരുപാട് ഡ്രൈ ആയിട്ടുള്ള ആൾക്കാർ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. പിന്നെ നമുക്ക് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ തണുപ്പടിക്കാണ്ടിരിക്കാം. നമ്മളിതൊരു 1 മണിക്കൂർ 2 മണിക്കൂറെങ്കിലും തലയിൽ വെച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തലക്ക് തണുപ്പടിച്ചിട്ട് തുമ്മലും ജലദോഷം പനിയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതില്ലാണ്ടിരിക്കാനായിട്ട് നമുക്ക് രാസനാദിപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തലയിൽ നെറുകയിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് തുമ്മലും ഇതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ആദ്യം തന്നെ രാസനാദിപ്പൊടി രാവിലെ തലയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ ഹെയറിൽ ഈ ഒരു ഹെന്ന അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ മുടി 2 വശത്തോട്ട് ചടയൊക്കെ കളഞ്ഞിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഹെന്ന അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇനി ഞാൻ അധികം ഒന്നും സംസാരിക്കുന്നില്ല, നിങ്ങളിത് കണ്ടിട്ട് മനസ്സിലാക്കുക. കാരണം നമ്മൾ ഓരോ പോർഷനായിട്ട് മുടി എടുത്തിട്ട് ഇത് ഹെന്ന അപ്ലൈ ചെയ്തിട്ട് റൗണ്ടായിട്ട് ചുറ്റി ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഈ ഒരു വശം എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്യുക. അതായത് നമ്മുടെ മുടിയുടെ തുമ്പ് വരെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിങ്ങനെ ചുറ്റി 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 കൊടുക്കുക. അതിനുശേഷം ഇപ്പുറത്തെ വശത്ത് നിന്ന് അതേപോലെ മുടി എടുക്കുക. അത് ഈ പറഞ്ഞ രീതിയിൽ തന്നെ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. എന്നിട്ട് ചുറ്റി കൊടുത്താൽ മതി. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇത് മൊത്തം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് അപ്ലൈ ചെയ്യണമെന്നുള്ളത്.
അപ്പോൾ നമ്മൾ ഹെന്ന അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ എങ്ങനെയാണ് ഹെന്ന അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ഓരോ പോർഷനായിട്ട് എടുത്തിട്ട് ഇതേപോലെ ഈസി ആയിട്ട് നമുക്ക് ഒറ്റയ്ക്ക് തന്നെ ഹെന്ന അപ്ലൈ ചെയ്യാം. പിന്നെ ഞാനിപ്പോൾ ഗ്ലൗസ് ഉപയോഗിച്ചില്ല, അതുകൊണ്ട് ചെറുതായിട്ട് കയ്യിലൊരു കളർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പക്ഷേ പെട്ടെന്ന് പോകട്ടെ. നമ്മൾ അലക്കുകയും പാത്രം കഴുകുകയും വീട്ടിലെ പണിയൊക്കെ ചെയ്യുമ്പോഴേക്കും ഇതാണെന്ന് പറഞ്ഞാൽ 2 ദിവസം കൊണ്ട് തന്നെ മാഞ്ഞു പോകും. അപ്പോൾ അതെനിക്കൊരു ടെൻഷനില്ല. അങ്ങനെ നിങ്ങൾക്ക് കയ്യിൽ ഇങ്ങനെ ഒരു ഹെന്നയുടെ കളറാകുമെന്ന് പേടിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ നമ്മുടെ കൈ കൊണ്ട് തന്നെ ചെയ്യാം. കാരണം നമ്മുടെ മുടിയിൽ നന്നായിട്ട് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. ഞാൻ ഇതേപോലെ ഗ്ലൗസ് ഇട്ടിട്ട് എനിക്കെന്തോ എന്താ പറയുക, എനിക്ക് മുടിയിൽ എല്ലാ ഭാഗത്തും എത്തിയാന്നൊക്കെ ഒരു ഡൗട്ട് പോലെ, എന്തോ ഒരു അത്ര പെർഫെക്റ്റായിട്ട് ചെയ്യാനാകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ കൈ കൊണ്ട് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ ഹെയറിൽ ഹെന്ന മുഴുവൻ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, എന്താ ഒട്ടും താഴെ ഊർന്നു പോകുന്നില്ല. കറക്റ്റ് തലയിൽ തന്നെയാണ് ആ ഒരു ഹെന്ന. നമ്മൾ ഹെന്ന മിക്സ് ചെയ്യുമ്പോൾ ഇത്തിരി കൂടുതൽ വെള്ളം ആയിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ഹെന്ന അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒലിച്ചിറങ്ങാൻ തുടങ്ങും. ഇതിപ്പോൾ കറക്റ്റ് പാകത്തിനായതുകൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കണത്. അതുപോലെ നമ്മുടെ മുടി ഇങ്ങനെ ചുറ്റിയല്ലേ വെച്ചേക്കണം. അപ്പോൾ കറക്റ്റ് ഹെന്നയുടെ ഒരു പരുവായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ഇരിക്കുള്ളൂ. ഒരുപാട് ലൂസായിട്ടുണ്ടെങ്കിൽ മുടി ഇങ്ങടെ അഴിഞ്ഞിങ്ങടെ വീഴും. അപ്പോൾ ഇത് നമുക്കിനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. നമുക്ക് 1-2 മണിക്കൂർ ഇങ്ങനെ തന്നെ വെക്കുക. അതിനുശേഷം നമുക്ക് സാധാരണ വെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ നമ്മൾ ഷാമ്പു ഒന്നും ഉപയോഗിക്കരുത്. ഷാമ്പു ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചീണിയിലെ ഗുണം അപ്പാട് പോയി പോകും. അപ്പോൾ ഇന്ന് നിങ്ങൾ ഷാമ്പു ഉപയോഗിക്കരുത്. പിറ്റേ ദിവസം നിങ്ങൾക്ക് ഷാമ്പു ഉപയോഗിക്കാം. അതായത് നമ്മളിപ്പോൾ വാഷ് ചെയ്ത് കളയുമ്പോൾ സാധാരണ വെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയുക. അതിനുശേഷം പിറ്റേ ദിവസം വേണം നമുക്ക് ഷാമ്പു ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.